എന്നിട്ട് ആദ്യം കയറുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ തന്നെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളത്. ഫുള്ളൊന്ന് വർക്ക് ചെയ്ത് മൊത്തത്തിലൊരു വീക്കായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളിവിടെ വന്നത്. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഓരോ ദിവസം കഴിയും തോറും ആ ബാക്ക് പെയിനും വ്യത്യാസം വന്നു. നല്ല പ്ലസന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇവിടെ ഭയങ്കര നീറ്റായിട്ടാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലൈഫ് കെയർ പോലെ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്ഥാപനത്തിൽ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ലൈഫ് കെയർ എന്തായാലും പ്രിഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അനഘ, ഞാൻ മോറ്റുകയിൽ നിന്ന് വരുന്നു. ഞങ്ങള് ലൈഫ് കെയറിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഞങ്ങൾക്ക് സജഷൻസ് തന്നിട്ട് നമ്മളെപ്പോഴാണോ ഓക്കെ ആവണേ അന്ന് തൊട്ട് വന്നു തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ 7 days പാക്കേജ് ആണ് എടുത്തത്. ആക്ച്വലി 14 days എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ടൈം ലിമിറ്റേഷൻ കാരണം 7 days ആണ് എടുത്തത്. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ ഡെലിവറി കഴിഞ്ഞ് ബോഡി ഫുള്ളൊന്ന് വർക്ക് ചെയ്ത് മൊത്തത്തിലൊരു വീക്കായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളിവിടെ വന്നത്. കഴിഞ്ഞ് ഇവിടെ വന്ന് മൊത്തത്തിലൊരു റിലീഫ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മസാജ്, പിന്നെ ഫേസ് മസാജ്, ഫുൾ ബോഡി മസാജ്, പിന്നെ സ്റ്റീമിങ്, ഓരോ ദിവസം ഓരോ കിഴി മാറി മാറി അങ്ങനെ വന്നു. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഓരോ ദിവസം കഴിയും തോറും ആ ബാക്ക് പെയിനും വ്യത്യാസം വന്നു. നല്ല കുറവുണ്ട് ഇപ്പോൾ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം. പിന്നെ അതുപോലെ സ്റ്റാഫ് ആണെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് 2 സ്റ്റാഫ് എപ്പോഴും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ. ഓൾമോസ്റ്റ് 2.5 hours ഉണ്ട് ടോട്ടൽ പ്രൊസീജിയർ. അപ്പോൾ ആ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 സ്റ്റാഫ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഇവിടുത്തെ സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഡോക്ടർ വന്നിട്ട് ഫുൾ ട്രീറ്റ്മെന്റിന്റെ ടൈമിലും പിന്നെ അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം എന്നുള്ള സജഷൻസ് ഒക്കെ ആള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം മൊത്തത്തില് ലൈഫ് കെയറിൽ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ പോസ്റ്റ് നാറ്റൽ കെയറിനെ പറ്റിയിട്ട് ഇതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഞാൻ പല പോസ്റ്റ് നാറ്റൽ കെയറുകൾ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ അന്വേഷിച്ചിരുന്നു. അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ ഒരു അറ്റ്മോസ്ഫിയറുകളൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തതാണ്. കാര്യം നമുക്ക് ഈ ഡെലിവറിക്ക് ശേഷം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതിൻ്റെ ഒരു രീതികളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ പോയി നോക്കിയിരുന്നു. ഇപ്പോൾ പലയിടത്തും ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എത്ര ശതമാനം അത് വൃത്തിയോടെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് പലതും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് തോന്നിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഞാൻ അന്വേഷിച്ച് ഞാൻ ഗൂഗിൾ റിവ്യൂസ് നോക്കിയിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയ ഞങ്ങൾ റെഫർ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പല രീതിയിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഇവിടെ വന്ന് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് പ്ലസന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഇവിടെ ഭയങ്കര നീറ്റായിട്ടാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ തന്നെ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ്. ഫസ്റ്റ് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പൊടിയില്ല. നമ്മൾ കുട്ടീനെയും കൊണ്ട് വരുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ, വളരെ വൃത്തിയായിട്ട് നമ്മുടെ വീട് എങ്ങനെയാണോ അങ്ങനെയെന്നുള്ളൊരു ഫീല് വന്നത് ഇവിടെ ഒന്ന് കയറിയപ്പോൾ തന്നെ. ഫസ്റ്റ് ഡേ തന്നെ കയറിയപ്പോൾ ഞാനിവിടെ ആക്ച്വലി എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കുറേ നോക്കിയിരുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കിയപ്പം ഇവിടെ ഞാൻ 1-2 വേറെ ഹോസ്പിറ്റലുകൾ നോക്കണം എന്ന് കരുതിയാണ് ഞാൻ ആക്ച്വലി തൊടുപുഴ ഏരിയയിലേക്ക് വന്നിട്ട് ആദ്യം കയറുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് ആദ്യം ഇവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ തന്നെ എന്നുള്ള രീതിയിലേക്ക് ഡോക്ടറിൻ്റെ അടുത്ത് അന്നേ ദിവസം തന്നെ ഞങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടാണ് പോയത്. അതിനൊരു കാരണം തന്നെ ഇതായിരുന്നു. നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അറ്റ്മോസ്ഫിയർ വളരെ നീറ്റ് ആയിരുന്നു. പിന്നെ ഞാനിതെല്ലാം ഓൾമോസ്റ്റ് കണ്ടിരുന്നു. പിന്നെ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. കാര്യം കൃത്യമായിട്ട് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്ന കാര്യങ്ങളാണ്, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഓരോ ദിവസത്തെ പാക്കേജുകൾ എന്തൊക്കെയാണ്, ഓരോ ദിവസം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ തന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്ടർ കൺവിൻസ് ചെയ്തത് പ്രകാരം 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ടൈമിങ്, ഞങ്ങൾക്ക് മുന്നോട്ട് കുറച്ച് ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കാര്യം എനിക്ക് തിരിച്ച് ജോലിയിലേക്ക് കയറേണ്ടതും ഞങ്ങൾ 14 പ്രിഫർ ചെയ്യാതെ 7 തന്നെ ഒതുങ്ങിയത്. പക്ഷെ ആക്ച്വലി ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ 14 days പാക്കേജ് അതിൽ മിനിമം എടുത്തേനെ. ഞങ്ങൾക്കത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ആദ്യത്തെ ദിവസം ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനഘയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ കിട്ടിയൊരു നല്ലൊരു പോസിറ്റീവ് ഇതായിരുന്നു. ആദ്യത്തെ ദിവസം കുട്ടീനെ കുളിപ്പിക്കുന്നതും ഞാൻ കണ്ടപ്പോൾ വളരെ ടേക്ക് കെയർ ചെയ്ത് കുട്ടീനെ കുളിപ്പിക്കുകയും ചെയ്തു.
ഈവൻ 2ാം ദിവസം തൊട്ട് നിങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ വളരെ മികച്ചതാണ്. അതിൽ സൗമ്യ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് എനിക്കൊന്നും എടുത്തു പറയണമെന്ന് തോന്നി. കാര്യം വളരെ ടേക്ക് കെയർ, മീൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മ എങ്ങനെ കുളിപ്പിക്കുന്നു അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കുട്ടീൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ് അനലൈസ് ചെയ്ത് കുളിപ്പിക്കുന്ന കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാര്യം നമ്മളെടുത്ത ഡിസിഷൻ തെറ്റല്ല എന്നൊരു തോന്നലിലേക്ക് എത്തിയത് നല്ലൊരു സന്തോഷം തോന്നി. കാര്യം അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടാണ് കുട്ടീനെ കുളിപ്പിച്ചത്. ഇപ്പം കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടിക്കാണെങ്കിലും അവൻ ആദ്യം മസാജ് ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നിയത്. കാര്യം കുട്ടിക്ക് വേദന എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന പോലെയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ കുട്ടി അതിൽ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവന് കുളിക്കുന്ന ഒരു പ്രോസസ്സ്. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കുളിച്ച് കഴിയുമ്പോൾ മീൻസ് കുളിക്കുന്ന ഒരു പ്രോസസ്സിലേക്കൊക്കെ ആദ്യമായിട്ട് കിടക്കുമ്പം അവൻ എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഇതായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തതിൻ്റെ ഒരു ഗുണം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ കുളിച്ചു പോയാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്. മീൻസ് കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വളരെ നല്ല റിസൾട്ട്. ഞാൻ ഹാപ്പിയാണ്, വളരെ സർവീസുകളിൽ ഹാപ്പിയാണ്. എസ്പെഷ്യലി ഡോക്ടറിൻ്റെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എടുക്കുന്നു. മുന്നോട്ട് ആ കാര്യങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ മുന്നോട്ടുള്ള ഒരു ജേണിക്ക് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാവും എന്തുകൊണ്ട് നമ്മൾ ലൈഫ് കെയർ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ചൂസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുണ്ട്. കാര്യം പോസ്റ്റ് നാറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയെന്ന് ഞാനത് മുന്നേ തന്നെ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴും അറിഞ്ഞതാണ്. അപ്പോൾ അത് വളരെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം പ്രസവത്തിന് ശേഷം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കുണ്ടാകും. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം അത് നമ്മൾ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുമുകൾ ചെയ്യുന്ന എവിടെയെങ്കിലും പോയി ചെയ്യാതെ നമ്മൾ ലൈഫ് കെയർ പോലെ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്ഥാപനത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അഡ്വൈസ് കിട്ടും. ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തിന് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പല കാര്യങ്ങൾ പലരും പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പം തിരുമുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉഴിച്ചിൽ ചെയ്യുന്നുണ്ടാവും, നടുവിന് പിടിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് എന്തിന് ചെയ്യുന്നു, ഇത് എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് എഫക്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്കൊരു പഠിക്കാനൂടെ കിട്ടുന്നൊരു സമയമുണ്ട്. അത് പഠിച്ച് ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് നാറ്റൽ കെയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് എനിക്ക് കരുതുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ അറിഞ്ഞ് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു വശം കിട്ടി. ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ അതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അപ്പം ഇതിൻ്റെ കാരണം ഇതാണെന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സർവീസാണ് നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ ആഗ്രഹിച്ചത്. എനിക്ക് തോന്നുന്നു 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളത് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ലൈഫ് കെയർ എന്തായാലും പ്രിഫർ ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെയുള്ള മീൻസ് നിങ്ങളെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് കെയർ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളുടെ അനുഭവം വെച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ന്യൂ പേരൻസിന് തീർച്ചയായിട്ടും അതൊരു ഹെൽപ്പായിരിക്കും.